നമസ്കാരം. ആരും കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയരുത്. വയനാടിന് കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് കേട്ടോ. കേരളത്തോടുള്ള അകമഴിഞ്ഞ സ്നേഹമൊന്നുമല്ല കാരണം. അതാണെങ്കിൽ ഇത്ര കാലം കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? ആകെ നശിച്ചൊരു നാടിന് അല്പം പണം തരാൻ. കേരളവും വയനാടും ഒന്നും ഇന്ത്യയിലേ അല്ലെന്ന മട്ടാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്. ജൂലൈ 30-നാണ് വയനാട്ടിൽ ദുരന്തമുണ്ടായത്. സംഭവം നടന്ന് 4 മാസം കഴിഞ്ഞാണ് ഇപ്പോൾ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. ഒക്ടോബർ മാസത്തിൽ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 675 കോടി രൂപ അനുവദിച്ചപ്പോൾ കേന്ദ്ര പട്ടികയിൽ കേരളത്തിന്റെ പേര് പോലും ഉണ്ടായിരുന്നില്ല. ഗുജറാത്തിന് 600 കോടിയും മണിപ്പൂരിന് 50 കോടിയും ത്രിപുരയ്ക്ക് 25 കോടി രൂപയുമാണ് അന്ന് അനുവദിച്ചത്. സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന ദുരന്ത ലഘൂകരണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്രവിഹിതമാണ് ഇപ്പോൾ അനുവദിച്ചത്. 15 സംസ്ഥാനങ്ങൾക്കായി 1115 കോടി രൂപ അനുവദിച്ചപ്പോൾ കേരളത്തിന് ലഭിച്ചത് വെറും 72 കോടി വിഹിതം മാത്രമാണ്. ഉത്തരാഖണ്ഡ്, മഹാരാഷ്ട്ര, ഹിമാചൽ സംസ്ഥാനങ്ങൾക്ക് 140 കോടി രൂപ വീതം അനുവദിച്ചു. അപ്പോഴും കേരളത്തിന് അവഗണന മാത്രം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല സമിതിയാണ് ദുരന്ത ലഘൂകരണ പ്രതിരോധ ഫണ്ടുകളുടെ വിഹിതം നിശ്ചയിച്ചത്. ഒന്നോർത്ത് ആശ്വസിക്കാൻ കേട്ടോ. കേരളത്തോട് മാത്രമല്ല, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ കർണാടകയ്ക്കും തമിഴ്നാടിനും ബംഗാളിനുമൊക്കെ ഇതേ അവസ്ഥയാണ്. 72 കോടി രൂപ കർണാടകയ്ക്ക്, 50 കോടി തമിഴ്നാടിന്, 50 കോടി രൂപ ബംഗാളിനും അനുവദിച്ചിട്ടുണ്ട്. 1000-ലധികം കോടി രൂപയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വെറും 195 കോടി രൂപ അനുവദിച്ചപ്പോൾ പ്രകൃതിക്ഷോഭങ്ങൾക്ക് വലിയ നാശം വിതയ്ക്കാത്ത വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് 378 കോടി രൂപ അനുവദിച്ചു. ഉത്തരാഖണ്ഡിനും ഹിമാചൽ പ്രദേശിനും 139 കോടി രൂപ അനുവദിച്ചപ്പോൾ മഹാരാഷ്ട്രയ്ക്ക് 100 കോടിയും അനുവദിച്ചു. ഈ വർഷം മാത്രം സംസ്ഥാനങ്ങൾക്ക് SDRF ഫണ്ടായി 21,476 കോടി രൂപ അനുവദിച്ചതായും കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നു. പക്ഷേ ഈ മാസം ആദ്യം കേന്ദ്രം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് 1000 കോടിയിലധികം ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് കേന്ദ്ര വിഹിതം അനുവദിച്ചപ്പോൾ കേരളത്തിന് അന്ന് കിട്ടിയത് വെറും 145 കോടി രൂപ മാത്രമായിരുന്നു. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ധനസഹായം ആവശ്യപ്പെട്ട് കേരളം നിരവധി തവണ കേന്ദ്രത്തെ സമീപിക്കുമ്പോഴാണ് ഈ അവഗണന ആവർത്തിക്കുന്നത്. പൈസയൊക്കെ തന്നില്ലേ, സന്തോഷായില്ലേ, എന്തായാലും ഫണ്ട് തന്നില്ല എന്ന് കേരളം പറയില്ലല്ലോ, അല്ലെ?